ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. പണി പാളി ഗൈസ്. ഇന്ന് നോക്കുമ്പോൾ 12:30 മണി വരെ നോക്കുമ്പോഴും കറണ്ടില്ല. അരച്ചേ പറ്റൂ. അപ്പം ഞാൻ വിചാരിച്ചു കല്ലിൽ അരച്ചൊരു മീൻ കറി വയ്ക്കാമെന്ന്. അതിനുള്ള ഒരുക്കങ്ങളാണ്. അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അരയ്ക്കാൻ. എൻ്റെ അമ്മിക്കല്ല് മുറ്റത്താണ് കിടക്കുന്നത് ഗൈസ്. അത് മഴയ്ക്ക് മുമ്പേ നമുക്ക് പെട്ടെന്ന് അരച്ചു എടുക്കണം. അങ്ങനെ വേഗം തന്നെ അരപ്പിനുള്ള സാധനങ്ങളെടുത്ത് മുറ്റത്തിറങ്ങി അമ്മിയെല്ലാം കഴുകി വൃത്തിയാക്കി അരയ്ക്കാൻ തുടങ്ങി. മഴ പെയ്താൽ വെള്ളം കൊണ്ടെല്ലാം പോകും. അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ പെട്ടെന്ന് അരച്ചെടുക്കണം. തേങ്ങ അരച്ചതിന് ശേഷമാണ് ഉള്ളിയൊക്കെ അരയ്ക്കേണ്ടത്. പിന്നെ ഉള്ളി, പുളി, കരിവേപ്പില എല്ലാം ഇട്ട് അരച്ചെടുക്കും. ഇതെല്ലാം കൂടി മിക്സിയിൽ അരയ്ക്കണമെങ്കിൽ ഒരു പാടുമില്ല. പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം. പക്ഷേ അങ്ങനെ നോക്കിയാൽ പറ്റൂലല്ലോ, കാരണം നമ്മൾ ചതിച്ചില്ല. കറി കൂട്ടണമെങ്കിൽ അരച്ചെടുത്തേ പറ്റൂ. അത്യാവശ്യം ഒരു അങ്ങനെയുള്ളതുകൊണ്ട് അത്യാവശ്യം കറണ്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വേഗം തന്നെ അരച്ച് മാറ്റിയില്ലെങ്കിൽ പണി പാളും. മഴത്തുള്ളികൾ ഓരോന്നോരോന്നായിട്ട് വീഴാൻ തുടങ്ങി. ഇതൊക്കെ ആയാലും കല്ലിലരച്ച് കൂട്ടണ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതാ കറിക്കുള്ള അരപ്പ് സെറ്റായി. ഉപ്പും ഉലുവാപ്പൊടി ഇടണം. ഉലുവാപ്പൊടി ഇടുന്നത് എൻ്റെ നിന്ന് മിസ്സായി. ഉണ്ണിക്കല്ലിൽ അരച്ച കറിയാകുമ്പോൾ നമുക്ക് എന്തായാലും വിറകടുപ്പിൽ തന്നെ ആക്കണമല്ലോ. അങ്ങനെ വിറകടുപ്പിലോട്ട് വെച്ച് കറി തിളച്ചതിന് ശേഷമാണ് മീൻ പറക്കിയിടേണ്ടത്. ഇത് നെത്തോലി മീനാണ്. ഇവിടെ നെത്തോലി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ മീൻ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. കല്ലിലരച്ച തനിനാടൻ മീൻകറി ഇതാ തയ്യാർ.